നമസ്കാരം. കേരളത്തിലെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ഇനി അധികം നാളുകളില്ല. CPM-ന്റെ, ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും BJP-യുടെയും പ്രവർത്തനങ്ങൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര കോഴിക്കോട് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ലക്ഷങ്ങൾ അദ്ദേഹം VD സതീശന്റെ മീറ്റിങ്ങുകളിലേക്ക്, അവരുടെ യാത്രയിലേക്ക് ഒഴുകി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത്. സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്രത്തിന് കൊടുത്ത റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, BJPക്ക് കേരളത്തിൽ 6 മുതൽ 10 വരെ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 56.5% വോട്ട് ജനങ്ങൾ ഭരണത്തിനെതിരാണ്, പിണറായി സർക്കാരിനെതിരാണ്. ഭരണത്തിന് അനുകൂലമായി നിൽക്കുന്നത് വെറും 18% മാത്രമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ വീണ്ടും തന്റെ ഗ്രാഫ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 37% ആളുകൾ VD സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറയുമ്പോൾ പിണറായി വിജയൻ 13%-ലേക്ക് കുറയുന്നു. 8%-ഓടുകൂടി രാജീവ് ചന്ദ്രശേഖരും പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പൊ ഇതില് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും 100% വിജയിക്കേണ്ട സീറ്റുകൾ തന്നെ ഇത്തവണ അവർക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് റെയിൽവേ പദ്ധതി പ്രഖ്യാപിക്കാതിരുന്നു, എയിംസ് പ്രഖ്യാപിക്കാതിരുന്നതും BJPക്ക് വലിയ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരവും കൂടി കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പ്രകാരം നേമവും അതേപോലെ വട്ടിയൂർക്കാവും മാത്രമാണ് അവർക്ക് ഭൂരിപക്ഷമുള്ളത്. എന്നാൽ 2ാം സ്ഥാനത്ത് പല സ്ഥലങ്ങളുണ്ട്. കട്ടാക്കടയുണ്ട്, കഴക്കൂട്ടമുണ്ട് തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ, വലിയ 30ഓളം സ്ഥലങ്ങളിൽ 30,000-ൽ വോട്ട് കിട്ടിയ സ്ഥലം കേരളത്തിലുണ്ട്. എന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്ന 4 സീറ്റ് എന്ന് പറയുന്നത്, സാധ്യത പറയുന്നത് ഒന്ന് നേമമാണെങ്കിൽ ഒന്ന് വട്ടിയൂർക്കാവാണ്. മറ്റേത് കട്ടാക്കടയും കഴക്കൂട്ടവുമാണ്. തിരുവനന്തപുരത്തെങ്കിൽ അവർക്ക് അട്ടിമറി വിജയം കിട്ടാൻ പോകുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. അതും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ എന്നാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത് കേന്ദ്രം പ്രത്യേകിച്ച് ഒരു പഠനം നടത്തിയിരിക്കുന്നു. അവർ പാലക്കാട് മത്സരിക്കാൻ വേണ്ടി അവർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. കാരണം ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ അത് ഏത് സീറ്റാണെന്ന് പറഞ്ഞാൽ പാലക്കാടാണോ മലമ്പുഴയാണോ എന്നറിയില്ല. അവർക്ക് ഏതെങ്കിലും ആ സീറ്റിലായിരിക്കും അവരെ കൊണ്ട് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. മുമ്പ് പാലക്കാട് മത്സരിച്ച് വലിയ വോട്ട് ഉണ്ടാക്കി കൊടുത്ത് BJPക്ക് അടിത്തറ ഉണ്ടാക്കി കൊടുത്ത ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് അവിടെയാണോ ഇനി മലമ്പുഴയാണോ എന്നറിയില്ല. എന്തായാലും പാലക്കാട് നിന്ന് ഒരു സീറ്റ് BJP പിടിക്കും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. കൂടാതെ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റ് BJP പിടിക്കുമെന്ന് പറയുന്നു. എന്നാൽ കാസർഗോഡ് ഉള്ള മഞ്ചേശ്വരം സാധ്യതാ പട്ടികയിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് 2 സീറ്റുകൾ കൂടി വളരെ സാധ്യതാ പട്ടികയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് സാധ്യതാ പട്ടികയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിലും ഒരു സീറ്റ് മാത്രമാണ്, കൊടുങ്ങല്ലൂർ മാത്രമാണ് അവർക്ക് സാധ്യതാ പട്ടികയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വിശേഷം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഒരു സീറ്റ്, മഞ്ചേശ്വരം മാത്രമാണ് സാധ്യതാ പട്ടികയിലുള്ളത്. അതായത് ഉറപ്പായും വിജയിക്കാൻ വരാൻ സാധ്യതയുള്ളത് അവർക്ക് 6 സീറ്റ് മാത്രമാണെങ്കിൽ അവർക്ക് 4 സീറ്റ് വരെ പിടിക്കാൻ പറ്റും. 4 സീറ്റാണ് അവർക്ക് സാധ്യതയുള്ളെങ്കിൽ 6 സീറ്റ് വരെ പിടിക്കാം. പിന്നീട് അവർക്ക് സാധ്യതയുള്ളത് 10 സീറ്റ് വരെ, 6-10 സീറ്റ് വരെ വേണമെങ്കിൽ നേടാം. ശക്തമായ പ്രവർത്തനങ്ങൾ നേടുക. എന്നാൽ അതേസമയത്ത് UDF-ന്റെ സ്ഥിതി അങ്ങനെയല്ല. UDF വീണ്ടും മെച്ചപ്പെടുത്തിയിരിക്കുന്നു. കാരണം ഭരണവിരുദ്ധ വികാരത്തിന്റെ പരിപൂർണമായ ഗുണം കിട്ടുന്നത് CPM-ന്, BJPക്കല്ല, UDF-നാണ്. അതിന് കാരണം UDF-നോടുള്ള താല്പര്യമില്ല, പിണറായി വിരുദ്ധ വോട്ട് കംപ്ലീറ്റ് UDF-ലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മേഖലകളിലും BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമല്ല, പകരം UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ട്. ആ തരംഗം UDF-ന് അനുകൂലമായ തരംഗമല്ല, ജനവിരുദ്ധ, സർക്കാർ വിരുദ്ധ തരംഗമാണ്, പിണറായി വിരുദ്ധ തരംഗമാണ്. അതിൽ 4 ഘടകങ്ങളാണ് പ്രധാനമായി വേർതിരിച്ചിട്ടുള്ളത്. അതിൽ വേർതിരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ തരംഗം തന്നെയാണ്. പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വലിയ രോക്ഷമാണുള്ളത്. പിണറായിക്കെതിരെയാണ് ഏറ്റവും അധികം രോഷമുള്ളത്. അതിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും നിർണായക ഘടകം ന്യൂനപക്ഷ ഏകീകരണം കംപ്ലീറ്റ് UDF-ന് അനുകൂലമായി മാറിയിരിക്കുന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു. അതിൽ മൂന്നാമത്തെ കാര്യം
ശബരിമല ഇഷ്യൂ ഭയങ്കരമായിട്ട് ഏറ്റവും ശക്തമായ രൂപത്തിൽ അനുകൂലമായി മാറിയിരിക്കുന്നു ആർക്ക്? യു ഡി എഫിന്. അതിന് മുമ്പ് ശബരിമല ഇഷ്യൂ ഉള്ള സമയത്ത് ഇവിടെ 19, 20 സീറ്റ് 20 സീറ്റും വിജയിച്ച ചരിത്രമുണ്ട്. കഴിഞ്ഞ തവണ അല്ല 20 19 സീറ്റും വിജയിച്ച ചരിത്രമുണ്ട്. BJPക്ക് യാതൊരു ഗുണവും കിട്ടിയില്ല 2019 നമുക്ക് ഓർക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇത്തവണ വലിയ തോതിലുള്ള ഗുണം ചെയ്യാൻ പോണത് BJPക്കല്ല UDFനാണ്. അതിന് കാരണം കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണി UDF ആണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് ലോക്സഭാ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDFനാണ് മുൻതൂക്കം എന്നുള്ളത് കൊണ്ടാണ് UDF അധികാരത്തിൽ വന്നാൽ മതി എന്നുള്ള ഒരു താല്പര്യം ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്നാണ് അവരുടെ സർവേയിൽ പറയുന്നത്. അവർ 140 മണ്ഡലങ്ങളിലും കേരളത്തിൽ നിന്ന് സർവേ എടുത്ത് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അമിത്ഷായുടെ കൈവശമുണ്ട്. അതിൽ കൃത്യമായി BJPക്ക് ഇതിൽ അപ്പുറത്തേക്ക് കൂടുതൽ സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു തരത്തിലും എയിംസ് പ്രഖ്യാപിച്ചില്ല. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ പദ്ധതി, വലിയ റെയിൽവേ പദ്ധതി പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുണ്ടായില്ല. എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതിന് ഗുണം BJPക്ക് കിട്ടുമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഗുണം കിട്ടുന്നില്ല. മാത്രമല്ല BJP പ്രവർത്തകർ പോലും ഇത്തവണ UDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നുള്ളതാണ്. ഇവിടെ BJPയും CPMും തമ്മിൽ യോജിച്ചാൽ പോലും ഇത്തവണ UDFന്റെ വിജയയാത്ര തടയാൻ പറ്റില്ല. മാത്രമല്ല അങ്ങനെ വന്നാൽ CPM അണികളിൽ ഒരു ഭാഗവും BJP അണികളിൽ ഒരു ഭാഗവും UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് കൂടി ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കണ്ണൂർ തകർന്ന് തരിപ്പണമാകും. മാക്സിമം പോയാൽ 2 or 3 സീറ്റിൽ അപ്പുറത്തേക്ക് CPM വിജയിക്കാൻ സാധ്യതയില്ല. കാസർഗോഡ് ജില്ലയിൽ 1 സീറ്റ് സാധ്യതയുണ്ട്, കാഞ്ഞങ്ങാട് മാത്രം. ബാക്കി 4 സീറ്റും UDF ജയിക്കുമെന്നുള്ളതാണ് ഇതിന്റെ പറയുന്നത്. അതേപോലെ കണ്ണൂരിൽ ആകെ 3 or 4 സീറ്റ്, അതിൽ അപ്പുറത്തേക്ക് മാക്സിമം പോയ 4 സീറ്റ് LDF വിജയിക്കുള്ളൂ. ബാക്കി 7 സീറ്റും UDF വിജയിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 13ൽ 10 സീറ്റ് UDFന് അനുകൂലമാണെങ്കിൽ ഇത്തവണ ഫുൾ സ്വീപ്പാണ്. വൻ ഭൂരിപക്ഷത്തിനായിരിക്കും കോഴിക്കോട് ജില്ല UDF വിജയിക്കാറുണ്ട്. അതിൽ വയനാട് ജില്ല പൂർണ്ണമായും, മലപ്പുറം ജില്ല പൂർണ്ണമായും UDFനോടൊപ്പം നിൽക്കും. ഒരൊറ്റ സീറ്റ് പോലും LDFന് കിട്ടില്ല. പൊന്നാനി പോലും, അതേപോലെ തവന്നൂർ പോലും ഒന്നും തന്നെ UDFന് അനുകൂലമായി LDFന് കിട്ടില്ല എന്നുള്ളതാണ്. അതായത് 16ൽ 16 സീറ്റും മലപ്പുറത്തും 13ൽ 13 സീറ്റും കോഴിക്കോടും വയനാട്ടിൽ 3 സീറ്റും പൂർണ്ണമായും UDF വിജയിക്കുമെന്നാണ്. ഏറ്റവും രസകരമായ കാര്യത്തിൽ ഈ പാലക്കാട് കടക്കുമ്പോൾ 12 സീറ്റിൽ 7 സീറ്റ് വരെ UDF നേടുമെന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. 5 സീറ്റിൽ 1 സീറ്റിൽ LDF നേടും, BJP നേടുമെന്നുള്ളതാണ് പറയുന്നത്. ബാക്കി 4 സീറ്റ് മാത്രമേ CPM LDF വിജയിക്കുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഇതേപോലെ തൃശ്ശൂരിൽ വലിയ മുന്നേറ്റമാണ് UDF കാഴ്ചവെക്കാൻ പോകുന്നത്. പല സ്ഥലങ്ങളിലും CPM 3ാം സ്ഥാനത്ത് തള്ളാൻ സാധ്യതയുണ്ടെന്നും UDF 1ാം സ്ഥാനത്ത് UDF 13 സീറ്റിൽ 7 മുതൽ 8 സീറ്റ് വരെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്നും 4 സീറ്റുകളിൽ മാത്രമാണ് CPIയും LDF വിജയിക്കാൻ സാധ്യതയെന്നും എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ കൊടുങ്ങല്ലൂരിൽ BJP അട്ടിമറി വിജയം നേടാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. മറ്റുള്ള സീറ്റുകളിലൊന്നും തന്നെ BJPക്ക് അനുകൂലമായ ഒരു തരംഗം പോലും ഇല്ല. സുരേഷ് ഗോപി കഴിഞ്ഞ തവണ കെട്ടിപ്പടുത്ത കാര്യങ്ങളെല്ലാം ഇത്തവണ 8 നിലയിൽ പൊട്ടി പോകുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിലെ സവിശേഷത. തൃശ്ശൂരിൽ ഹിന്ദു വോട്ട് തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ട് UDFലേക്ക് കടപ്പോകുന്ന ജില്ല തൃശ്ശൂരായിരിക്കും. കാരണം ശബരിമല ഇഷ്യൂ ഏറ്റവും ഗുണം കിട്ടാൻ പോണത് തൃശ്ശൂർ ജില്ലയിലായിരിക്കുമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതേപോലെ BJPക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ വോട്ടുകളെല്ലാം ഇത്തവണ UDFലേക്ക് മാറുമെന്നുള്ളതും, അതോടൊപ്പം തന്നെ അതായത് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ വർഷം അഡീഷണലായി കിട്ടിയ വോട്ടുകളെല്ലാം UDFലേക്ക് പോകുമെന്നും, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണത്തിൽ ഏറ്റവും ശക്തമായി ഗുണം കിട്ടാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലായിരിക്കും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ 14 സീറ്റിൽ 14 സീറ്റും UDF നേടും. അതേപോലെ ഇടുക്കി ജില്ലയിൽ 5 സീറ്റിൽ 5 സീറ്റും UDF നേടും. കോട്ടയം ജില്ലയിൽ 9 സീറ്റിൽ 9 സീറ്റും UDF നേടും. അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റിൽ 5 സീറ്റും UDF നേടും എന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം 11 സീറ്റുള്ള കൊല്ലത്ത് മാക്സിമം പോയാൽ 4 സീറ്റായിരിക്കും LDFന് കിട്ടുക. അവിടെയും 7 സീറ്റ് വരെ UDFന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ്
ഇതിൽ പറയുന്നത് 4 സീറ്റ് മാത്രമേ LDF കിട്ടുകയുള്ളൂ. ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ 4 സീറ്റ് BJPക്കും 4 മുതൽ ചിലപ്പോൾ 6 സീറ്റ് വരെ BJP കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരമാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് 5 സീറ്റ് വരെ 4 മുതൽ 5 സീറ്റ് വരെ UDF നേടാൻ സാധ്യതയുണ്ട്. ബാക്കി സീറ്റുകൾ മാത്രമേ LDFന് കിട്ടാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ വിധത്തിൽ 107-ന് 110 സീറ്റിനിടയിൽ UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. 18 സീറ്റ് മുതൽ 20 സീറ്റ് വരെ മാത്രമേ LDFന് കിട്ടാൻ പോകുന്നുള്ളൂ. ബാക്കി സീറ്റുകൾ 6 സീറ്റുകൾ UDF BJP NDAയ്ക്കും കിട്ടും എന്നുള്ളതാണ് എന്നെ കാണിക്കുന്നത്. എന്തായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇതുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് VD സതീശന്റെ യാത്ര വലിയ തോതിൽ ജനങ്ങളെ ആകർഷിച്ചുവെന്നും അതുവഴി പോയ സ്ഥലങ്ങളിലെല്ലാം തന്നെ UDF അനുകൂലമായ വിധിയാണ് ഉണ്ടാകാൻ സാധ്യതയെന്ന്. 1, 2, 3 സീറ്റ് മാത്രമാണ് 3, 4 സീറ്റ് മാത്രമാണ് മറിച്ച് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. LDFന് കിട്ടാൻ പോകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലബാർ മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിനായിരിക്കും പ്രാവശ്യം UDF വിജയിക്കുക എന്നും പ്രത്യേകമായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നുണ്ട്. നന്ദി, നമസ്കാരം.